ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് റാഗി വെജിറ്റബിൾ പുട്ടാണ്. അപ്പം നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ ആണ് റാഗി പൊടി എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പും കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മളൊരു ശകലം തേങ്ങയാണ് ഇതിലേക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് നനച്ചെടുക്കാം. നനയ്ക്കുമ്പോൾ നമ്മൾ ഒത്തിരി വെള്ളം ഒഴിക്കാൻ പാടില്ല. നമ്മളിങ്ങനെ തളിച്ച് വേണം നനയ്ക്കാനായിട്ട്. ഇത് കട്ടാൻ പാടില്ല. അതുപോലെ തന്നെ വെള്ളം ഒത്തിരി കൂടി പോകരുത്. അപ്പം അങ്ങനെ വേണം നമ്മൾ നനച്ചെടുക്കാനായിട്ട്. അപ്പം നമുക്ക് അതേപോലെ തന്നെ നനച്ചെടുക്കാം. അപ്പോൾ ഈ റാഗി വെജിറ്റബിൾ പുട്ടിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ക്യാപ്സിക്കം ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ റാഗിപ്പൊടി നന്നായിട്ട് നനച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പുട്ടുകുറ്റിയിലേക്ക് മാറ്റി വെക്കാം. ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അതിൻ്റെ പുറകിലേക്ക് തന്നെ നമുക്ക് ഈ റാഗിപ്പൊടി നനച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇട്ട് കൊടുത്തു. ഇനി ഇതിൻ്റെ മീതയിലേക്ക് നമുക്ക് ഒരു ലേശം തേങ്ങ തന്നെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മീതയിലേക്ക് നമുക്ക് വീണ്ടും റാഗിപ്പൊടി തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. കുറച്ച് ബീട്രൂട്ടും കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ മീതയിലേക്ക്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ പിന്നെയും പൊടി ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് നമ്മൾ വീണ്ടും ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്തു. ഇതിൻ്റെ മീതിലേക്ക് കുറച്ച് പൊടിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഒരു ശകലം ബീട്രൂട്ട്, ഒരു ശകലം ക്യാപ്സിക്കവും ഈ തേങ്ങയും നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് നമ്മൾ ഒരു ശകലം ക്യാരറ്റും കൂടി നമ്മൾ ഇതിൻ്റെ മീതയിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. അപ്പം നമുക്ക് ഇത് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ റാഗി വെജിറ്റബിൾ പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ചൂട് സമയം ആയതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് നല്ല തണുപ്പ് കിട്ടാനുള്ള നല്ലൊരു ഫുഡാണ് ഈ റാഗി പുട്ടെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും എൻ്റെ ഇതുപോലെയുള്ള വീഡിയോകൾക്കായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക്